അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുള്ളവരെല്ലാവരും സുഖന്നല്ലേ? ഞാനും സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. നല്ല അടിപൊളിയായ ടേസ്റ്റിയായ ചിക്കൻ കറി റെസിപ്പി ആയിട്ട് ഞാൻ വന്നിന്. അപ്പോൾ ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഓണിയൻ കട്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിന്. ഒരു ബിഗ് സൈസ് ഓണിയൻ എടുത്തിന് ഞാൻ. അപ്പോൾ അതിനെല്ലാം ഞാൻ കട്ടാക്കിയിട്ട് വെച്ചിന്. ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് വെക്കാം. അപ്പോൾ അത് ഫ്രൈ ആക്കി ഓൾറെഡി ഞാൻ ബനാല വെച്ചിന്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. നമ്മൾ ഫ്രൈ ആക്കാൻ ഓണിയൻ ഇട്ട് കൊടുത്തിന്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരെ എടുത്തോളം നമുക്കിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഫ്രൈ ആയിട്ടായി. ഇങ്ങനെ ഇത്ര ഫ്രൈ ആയെങ്കിൽ മതിയാവും. ഇനി പിന്നെ എടുത്തിട്ട് നമുക്ക് ബറന്നെ വെക്കാം. ഇനിയിത് ഞാൻ ചിക്കൻ എടുത്തിന്. ചിക്കൻ ഞാൻ വാഷാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കട്ടാക്കിയിട്ടെല്ലാം വെച്ചിന്. അപ്പോൾ ഇതിന് ഞാനിത് അതേ നമ്മൾ നീരിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് നമുക്ക് ബനാലുണ്ടല്ലോ അതിലേക്ക് തന്നെ കുറച്ചും കൂടെ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിന്. അതിലേക്ക് നമുക്ക് ഈ ചിക്കനെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് നമുക്ക് നല്ലോണം മിക്സ് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പച്ച സ്മെല്ലുണ്ടല്ലോ ഇഞ്ചി വെള്ളുവിൻ്റെ പേസ്റ്റിൻ്റെ, അപ്പോൾ അതെല്ലാം പോകണം. അതിലേക്ക് നമുക്ക് ഇതിനെല്ലാം നല്ലോണം മിക്സ് ആക്കാം. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇപ്പം ഞാൻ ഗ്യാസ് സ്ലോ ആക്കി വെച്ചിന്. ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ കശ്മീരി ചില്ലി പൗഡർ എടുത്തിന് അതിനിട്ട് കൊടുക്കുന്നു. പിന്നെ കൊറിയാൻഡർ പൗഡർ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഗരം മസാല, പിന്നെ 2 ടൊമാറ്റോ ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിന്. അപ്പം അതിന് ഒഴിച്ച് കൊടുക്കുന്നു. ഓനിയൻ ഞാൻ ഓൾറെഡി ഫ്രൈ ആക്കി വെച്ചിന്. അപ്പം അതിനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം നമുക്ക് ഇതിനെല്ലാം. ഇതാകുമ്പോൾ ഞാൻ ഗ്യാസ് സ്ലോ ആക്കി വെച്ചിന്. ഇപ്പോൾ നല്ല പയച്ചുകൊണ്ടുണ്ടോ അപ്പം നമുക്കൊരു തൈറും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല മിക്സ് ആക്കാം. ഇത് ഞാൻ കറിച്ചപ്പൂ അതിന് ഇട്ട് കൊടുക്കുന്നു. നമുക്ക് ഒരു ഗ്ലാസ് തണ്ണി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി റെഡി ആയിന് നമ്മൾ ചിക്കൻ കറി. അതിലേക്ക് ഞാൻ കൊത്തമ്പാരി ചുപ്പിട്ട് കൊടുക്കുന്നു. കൊത്തമ്പാരി ചുപ്പിട്ടെങ്കിൽ പിന്നെ നമ്മളെ കറി റെഡി. നല്ല ടേസ്റ്റിയായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിന്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, സബ്സ്ക്രൈബാക്കി, കമൻറ്റാക്കി. പിന്നെ നിങ്ങൾ ഒരിക്കൽ ട്രൈ ആക്കിയിട്ട് നോക്കി ഈ കറി. ബൈ.